ഇപ്പോഴും ആൺകുട്ടികൾ കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ കാലഘട്ടത്തിലും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ. പിന്നെ അവനവന് ജീവിക്കണമല്ലോ. അപ്പൊ ഇതൊരു ജീവിതോപാധി എന്ന് പറഞ്ഞ് കണ്ടുകൊണ്ട് വരാനുള്ള ഒരു വൈമനസ്യാണ് എന്ന് എനിക്ക് തോന്നുന്നു. വേറെ എന്തെങ്കിലും ഒരു ജോലിയും കൂടി ചെയ്തിട്ടാണ് കഥകളിയിൽ നിലനിൽക്കാൻ എളുപ്പം എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം അവർ കൊടുത്തു തുടങ്ങി. പെൺകുട്ടികൾക്ക് പ്രവേശനം കൊടുത്തതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോഴെങ്കിലും കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ കൊടുക്കാനാന്ന് ഞാനല്ല. നമ്മളൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഹ്രസ്വകാല കോഴ്സിന് പോലും വിദേശികളെ അനുവദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളെ ഒന്നും അനുവദിക്കും. നമ്മളൊക്കെ കുറേ ഒച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവസാനം അഹങ്കാരി എന്നൊക്കെ പേര് വന്നു. ഒരു കളരിയുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പഠിച്ചു വരിക എന്ന് പറയുന്ന ഒരു സന്തോഷം. പെൺകുട്ടികൾ കഥകളിയിലേക്ക് വരുന്നത് അതൊരു മാറ്റം തന്നെയാണ്. കാരണം എല്ലാ മേഖലകളിലേക്കും കടന്നു വരുന്ന പെൺകുട്ടികൾക്ക് കുറേയും കൂടി ശക്തരായിട്ട് അവർക്ക് ഇതിനകത്ത് നിലനിൽക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഏതൊരു നൃത്ത രൂപത്തെ പോലെയും ബുദ്ധിമുട്ട് തന്നെയാണ് കഥകളിയും. തുറന്നു പറയാൻ ആഗ്രഹം. ഇപ്പൊ ചേച്ചി പീരിയഡ്സ് വന്നാൽ എങ്ങനെയാ? പല പ്രശ്നങ്ങളും ഉണ്ട്. ഞാൻ പീരിയഡ്സ് സാധാരണ പോലത്തെ ഒരു പ്രോസസ്സാണ്. ഞാൻ മാറി നിന്നിട്ടില്ല കളിക്കാതെ. എനിക്ക് പറയാൻ മടിയില്ല. നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ നിങ്ങളെ ഈശ്വരനായി ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു കല എന്ന് പറയുന്നത്. നിങ്ങൾ അത് ആലോചിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിന്റെ കാലഘട്ടം നമുക്ക് 1, 2, 3 ദിവസങ്ങളിലേക്ക് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ മറികടക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്രയും മികച്ച കലാകാരികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നുണ്ട്.